അവര് കൂടുതൽ അവരാണ് കൂടുതൽ ക്ലയന്റുകൾ നമുക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ക്ലയന്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലയന്റുകളെ കൂടുതൽ കൊണ്ടുവരും, വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആത്മഹത്യക്ക് ചെയ്യാൻ വേണ്ടി കയറ് വാങ്ങാൻ പോകുന്ന ഒരാളെ വരെ ഡോക്ടേഴ്സ് കൊണ്ടുവന്നിരുന്നു. കയറ് വാങ്ങാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണ്. ഭാര്യ മരണപ്പെട്ടു, ഇയാളുടെ മോന് മാത്രം വീട്ടിലുണ്ട്. അപ്പോൾ ഈ ഏകാന്ത ജീവിതത്തിൽ അയാൾക്ക് താങ്ങാൻ കഴിയാതെ മരിക്കാൻ തീരുമാനിച്ച് കയറ് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് സമ്മതം ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, കയറ് വാങ്ങാനുള്ള ക്യാഷ് ഞാൻ തരാം, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ സ്ഥലത്തേക്ക് ആ കയറ് വാങ്ങാനുള്ള ക്യാഷ് കൊണ്ട് നമ്മളെ ക്ലാസ് നടക്കണം പെരിന്തൽമണ്ണയായിരുന്നു, അവിടേക്ക് അയാൾ എത്തി. എന്നിട്ട് അയാൾ സംസാരിക്കുന്ന ഇടയിൽ മരിക്കണം എനിക്ക് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആ ടൈംസ് അതന്നെ പറഞ്ഞു കൊടുക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. അതിൽ നിന്നും അയാൾ ജീവിക്കണം എന്ന ഒരു സ്റ്റേജിലേക്ക് അയാൾ മാറി. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുകയാണ്, ഇത് എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കൂടുതൽ സമയമൊന്നുമില്ല, കാരണം നമുക്കത് പഠിക്കാനുള്ള വേണ്ടത്. അപ്പോൾ അങ്ങനെ കുറെ കൗൺസിലിംഗ് കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ എക്സ്പീരിയൻസ് ആവും. ജസ്റ്റ് ഒരു NLP പഠിച്ചു പോകുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു എന്താ പറയുക ക്ലയന്റുകളെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ രസമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഫാമിലി ലൈഫിൽ NLPയുടെ ഉപയോഗം അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്വാധീനം, എന്തെല്ലാം എവിടൊക്കെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ ഡെയിലി ലൈഫിന്റെ ഒരൊറ്റ പോയിന്റ് പറഞ്ഞു, ദേഷ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ ദേഷ്യം കാണിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലെ? അങ്ങനെയല്ലേ? ദേഷ്യമില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചില്ലേ? എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. മെഹബൂബ് ഇന്ന് ആദ്യമായിട്ട് വരികയാണോ? മമ്മൂട്ടിക്ക, ഇനി ദേഷ്യം കാണിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾ ആരോടൊക്കെ ദേഷ്യം കാണിച്ചു? എത്ര പേരോട് ദേഷ്യം കാണിച്ചു? ചെറുതായിട്ട് ദേഷ്യമൊക്കെ ഉണ്ട്. ദേഷ്യം ഉണ്ട്, അതൊക്കെ എത്ര പേരോട് കാണിച്ചു എന്നുള്ളതാണ്. മെഹബൂബ് പറഞ്ഞോളി. ഞാന് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അതെ അതെ അതെ, ഇന്നലെ 2 ദിവസം ഉണ്ടായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. എത്ര പേരോട് ഇന്ന് ദേഷ്യം കാണിച്ചു ചോദിക്കണം? ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവയർനെസ് എന്നാണ് നമ്മളുടെ തെറാപ്പിയുടെ ഒരു മേഖല. നമ്മളെ കുറിച്ച് ബോധവാനാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ അളവ് ദേഷ്യപ്പെടുന്നതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം കൊണ്ട് നമ്മളുടെ സ്വഭാവം ഒന്നും മാറൂല, അതിന് മാത്രമല്ല ക്ലാസ് കൂടെ നടക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അവയർ ആകുന്നതിനനുസരിച്ച് നമ്മളിൽ ആ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ റെഡിനെസ് കൊടുത്താൽ മതി. അതാണ് ഇന്നലത്തിൽ നിന്നും ഇന്ന് എന്തെല്ലാം മാറ്റം വന്നു ചോദിച്ചാൽ, ദേഷ്യം വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞാൻ അറിയുന്നുണ്ട്, അപ്പൊ തന്നെ എന്റെ ദേഷ്യത്തിന് കൺട്രോൾ ആവും. അതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയണ്ടോ? നാജിയ, ഐഷ കണ്ണൂരാന്നോ? നമ്മളെ കോളേജിലെ പ്രൊഫസർ. വെരി ഗുഡ്, സന്തോഷം. പിന്നെ ദേഷ്യം ഇന്നലെ കാണിച്ചെന്നാണ് ചോദ്യം. ഇന്ന് നമ്മൾ എത്ര പേരോട് ദേഷ്യം കാണിച്ചു എന്നുള്ള ചോദ്യം. ഇല്ല, ഇന്ന് പരമാവധി കാണിക്കാണ്ട് നിന്നിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഇന്നലെ മോളോട് കാണിച്ചല്ലേ? അൽഹംദുലില്ലാ. അതായത് നമ്മൾ തിരിച്ചറിയേണ്ടത്, എൻ്റെ കീഴിലുള്ള ഒരാളെ ഞാൻ ശകാരിക്കുമ്പോൾ, ദേഷ്യം കാണിക്കുമ്പോൾ, നാളെ ഞാൻ അയാളുടെ കീഴിലാണെന്ന് തിരിച്ചറിയാം. വാക്കുവല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിലായില്ല. ഇന്ന് ഞാൻ ദേഷ്യം കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിനോടാണ്. യെസ്, ബി അവെയർ. നാളെ ഞാൻ ആ കുഞ്ഞിന്റെ കാൽ കീഴിലാണ് ജീവിക്കാനുള്ളത്. ഇന്ന് ഞാൻ ദേഷ്യം കാണിക്കുന്നത് എൻ്റെ മരുമോളോടാണ്. നാളെ ആ മരുമോള് വേണം എനിക്ക് ഇത്തിരി വെള്ളം തരാൻ. ഇന്ന് ഞാൻ ദേഷ്യം കാണിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥിയോടാണ്. നാളെ ആ വിദ്യാർത്ഥി വേണം എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ. അപ്പൊ ഞാൻ പഠിപ്പിച്ച ആ ദേഷ്യം ആ കുട്ടിയോടും കാണിക്കാനുള്ള അധികാരവും അവകാശവും ഞാൻ അയാളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത്ര വലിയ ഗുരുതരമായ ഒരു പാളിച്ചയാണ് ഞാൻ കാണിക്കുന്ന ദേഷ്യം എൻ്റെ മക്കളോട്, എൻ്റെ വിദ്യാർത്ഥികളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോട് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ വളരെ വലുതായ ഒരു പ്രശ്നത്തിന്, എൻ്റെ ഉള്ളിലെ ഒരു പ്രശ്നത്തിന് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവയർനെസ് എന്നതാണ് നമ്മൾ നമ്മളെക്കുറിച്ച്, നമ്മൾ നമ്മുടെ വികാരത്തെക്കുറിച്ച്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ദേശത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ആ പോയിന്റ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ദേഷ്യപ്പെടുന്നതിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. NLP പഠിക്കണം നിർബന്ധമൊന്നുമില്ല, അത് പഠിക്കുന്നില്ല. പക്ഷെ നമ്മളൊരാളെ വേറെ ആളെ മുറിവാക്കാതിരിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. എൻ്റെ നാവ്, അതായത് കൈകൊണ്ട് വെട്ടിയാൽ, അടിച്ചാൽ, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഞാൻ ഒരാളെ മുറിവാക്കിയാൽ, ആ മുറിവ് നോക്കിയാൽ കാണാം ഇന്ന ഭാഗത്ത് ഇത്ര വലിയ മുറിവുണ്ട്. അത് നമുക്ക് കണ്ടാലറിയാം. അതിൻ്റെ ആഴം അറിയാം, വീതി അറിയാം, എത്രത്തോളം രക്തം വന്നു എന്നും അറിയാം, എത്ര കാലത്തേക്ക് ആ മുറിവ് ഉണങ്ങാതിരിക്കുമെന്നും പോലും അറിയാം. എന്നാൽ നാവ് കൊണ്ട് നമ്മളെ വേദനിപ്പിച്ച ഒരാളെ കാലങ്ങൾക്ക് ശേഷം കണ്ടാലും നമുക്ക് ആ വാക്ക് വരെ തിരിച്ചിട്ട് വരും, മനസ്സിലേക്ക് വരും. അതാണ് മനുഷ്യന്റെ ഒരു സൃഷ്ടിപ്പ്. എന്നെ കളിയാക്കി, എന്നെ പരിഹസിച്ച ഒരാളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും എനിക്കത് തിരിച്ചറിയാം, ആ വാക്ക് വരെ ഓർമ്മയുണ്ടാവും. ഇത് എൻ്റെ കേസാണെങ്കിൽ ഞാൻ ആരോടൊക്കെയോ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലെങ്കിൽ ആരോടൊക്കെ ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അതുപോലെ വലിയ വലിയ മുറിവുകൾ അവരുടെ ഹൃദയത്തിലോ മനസ്സിലോ ഒക്കെ കോറിയിട്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ വരെ എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഈ ഒരു ചിന്ത വന്നാലാണ് NLPയിലെ, ഇന്നലെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഞാൻ മൊഡ്യൂൾ അയച്ചപ്പോൾ അതിൽ കുറേ കണ്ടന്റുകൾ നിങ്ങൾക്ക് തരാൻ പറയാതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനമായിരുന്നു, ഞാൻ എൻ്റെ സോളിനോട്, ആത്മാവിനോട്, എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ ചെയ്യുന്ന ഒരു ബന്ധത്തിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രയർ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആ പ്രാർത്ഥനയിൽ എൻ്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും മനുഷ്യരുമായുള്ള ബന്ധത്തിൽ വളരെ വലിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നാണ്. ഞാനും സഹജീവികളുമായി എന്തൊക്കെയോ കുറെ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ കുഴപ്പങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഞാനും എൻ്റെ സോളും, ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള കണക്ഷൻ റെഡിയാവുക. അപ്പൊ ഞാൻ എന്തെങ്കിലും മനസ്സിൽ കരുതിയാൽ ആ കാര്യം അപ്പം റെഡിയായി കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചാൽ അതെനിക്ക് ഉടനെ കിട്ടും. അങ്ങനെ ഒരു കണക്ഷൻ ഞാനും എൻ്റെ സൃഷ്ടാവും, ഞാനും ഈ പ്രപഞ്ച ശക്തിയും തമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമാണ് മറ്റുള്ളൊരു മനുഷ്യനെ നമ്മൾ നാവ് കൊണ്ട് ഇല്ല ഉപദ്രവിക്കുന്നില്ല എന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിയാൽ ഈ ക്ലാസ് ഇതിനേക്കാൾ വലിയ ഉപകാരം, പ്രയോജനം എനിക്ക് എന്താ കിട്ടാനുള്ളത്? നിങ്ങൾ ഒരാളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നാൽ നാളെ അയാൾ ചോദിക്കും, ഇന്നലെ വരെ നീ ഇങ്ങനെ ആയിരുന്നല്ലോ, എങ്ങനെ പെട്ടെന്ന് ഇങ്ങ് മാറിയെന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്താലോ നമ്മളെ ക്ലാസ്സിന്. നിങ്ങളിലുള്ള മാറ്റം കാരണത്താൽ. ഇപ്പൊ എൻ്റെ ക്ലാസ്സിലേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടേയിരിക്കുന്നതും പരസ്യം കണ്ടിട്ടൊന്നുമല്ല. നമ്മളെ ഫ്രണ്ട്സ്, വന്ന ആളുകൾ, അവരിൽ വന്ന മാറ്റം കാരണത്താൽ അടുത്ത ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ലൈഫ് ജീവിക്കുന്ന എൻ്റെ പരസ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇനി ഒരാളെയും ദേഷ്യം കാണിക്കുന്നില്ല, എൻ്റെ ശരീരത്തോട്, അതായത് നമ്മുടെ ശരീരത്തോട് നമ്മൾ തന്നെ ദേഷ്യം കാണിക്കുന്നില്ല. ഞാൻ ആരോടെ കൂടെയൊക്കെയോ ജീവിക്കുന്നുണ്ടോ, എന്നെ ആരൊക്കെയോ എൻ്റെ കൂടെ ആരൊക്കെയോ സഹവസിക്കുന്നോ അവർക്കൊക്കെ പുഞ്ചിരി സമ്മാനം ചെയ്തുകൊണ്ട് ഞാൻ ഇനി ബാക്കിയുള്ള കാലം അത്രയും ജീവിക്കാൻ തീരുമാനിക്കാം. ആ ഒരു തീരുമാനങ്ങൾ എടുത്താൽ തന്നെ വളരെ വലിയ സന്തോഷം. അപ്പൊ നേരത്തെ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ കുട്ടിയോട് ദേഷ്യം കാണിച്ചാൽ, എൻ്റെ കുട്ടിയോടാണ് ഞാൻ ദേഷ്യം കാണിച്ചത്. കാരണം ആ കുട്ടിനെ ഞാൻ ദേഷ്യം കാണിച്ചില്ലെങ്കിൽ, ദേഷ്യം കാണിച്ചാൽ നാളെ ആ കുട്ടി നിങ്ങളോട് ദേഷ്യം കാണിക്കണം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പ്രകൃതി നിയമം. അങ്ങനെയാണ്. ഭീഷണിപ്പെടുത്തിയതല്ല കേട്ടോ, നമ്മളെ ഭയപ്പെടുത്തിയതല്ല. അങ്ങനെയാണ് നമ്മൾ കാണുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മുടെ പരിസരത്തൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, പ്രായമേറിയ ഒരു മാതാവിനെ ശുശ്രൂഷിക്കുന്ന മക്കൾ. ആ മക്കളോട് ആ മാതാവും പിതാവും എങ്ങനെയാണോ പെരുമാറിയത് അതൊക്കെ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് ആ കുട്ടി തിരിച്ചും പരിചരിക്കുക, ഇങ്ങനെ പറയാം അല്ലേ. അപ്പൊ നമ്മൾ പരിപാലിക്കപ്പെടണമെന്ന് നമ്മളെ കുട്ടിയെ നമ്മൾ വളർത്തുന്ന സമയത്ത് എൻ്റെ കുട്ടി ഇന്നെ നോക്കണം നമ്മൾ ലക്ഷ്യം വെക്കാറില്ല, ഒരിക്കലുമില്ല. എൻ്റെ കുട്ടി ഇന്നെ നോക്കണമെന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നതിനെ കുറച്ച് കുറയ്ക്കുക. കാരണം ആ കുട്ടി നാളെ ഒരു മാതാവോ പിതാവോ ആണ്. അപ്പൊ ആ കുഞ്ഞ്
എങ്ങനെ കുഞ്ഞിനെ വളർത്തണമെന്ന് പഠിക്കുകയാണ്. ആരിലൂടെ? മാതാവായ എന്നിലൂടെ, പിതാവായ എന്നിലൂടെ. ഒരു കുഞ്ഞിനോട് ആ കുഞ്ഞൊരു ക്രൂരത കാണിക്കാതിരിക്കണമെങ്കിൽ, ആ കുഞ്ഞ് കുറച്ച് വലുതായ ശേഷം അല്ലെങ്കിൽ തലമുറകൾക്കുള്ളൊരു മാതാവോ പിതാവായിട്ട് മാറേണ്ട ഒരാളാണല്ലോ. അപ്പൊ ആ തലമുറയോ എങ്ങനെയൊക്കെ എന്റെ കുട്ടി നോക്കണമോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ നോക്കണം. അപ്പോഴാണ് റിലേഷൻഷിപ്പ് എന്ന ഒരു പോയിന്റിന് നമുക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോട് എങ്ങനെ ഇടപെടുന്നു, അതാണ് ഞാൻ. അല്ലാതെ ഞാൻ അങ്ങാടി കാണുന്ന ആളല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങാടി കണ്ട ഒരാൾ അയാളല്ല വീട്ടിലുള്ള ആൾ. അങ്ങനെയാണെങ്കിൽ എന്ത് അഭിനയമാണ് നിങ്ങൾ അങ്ങാടിയിൽ അഭിനയിക്കുന്നത്? പൊതുവേദിയിൽ നിങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ സംശുദ്ധനായിരിക്കണം വീട്ടിലെത്തുമ്പോൾ. കാരണം ചില ആളുകൾ അറിയാം, പണം അങ്ങാടി ചോദിച്ചാൽ കിട്ടാത്ത ചില ആളുകളുണ്ട്. അവരൊക്കെ വീട്ടിൽ പോയിട്ട് കണ്ടാൽ, കാരണം വീട്ടിലെത്തുമ്പോൾ നമ്മൾ അവിടെ വളരെ പാവമായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരാൾ സഹായം ചോദിച്ചാൽ, നമ്മളെ വീട്ടിലേക്ക് ഒരാളെ സഹായം ചോദിച്ചു വരുന്ന നമ്മൾ അയാളെ സഹായിച്ചിരിക്കും. അങ്ങനെയാണ് നമ്മളെ സിസ്റ്റം. അങ്ങാടി ചോദിച്ചാൽ നമുക്ക് മെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങാടിയിലുള്ളതിനേക്കാൾ വിനയവും സൽസ്വഭാവവും നമ്മൾ കാണിക്കേണ്ട ഇടം നമ്മളെ മക്കൾ നമ്മളെ കണ്ട് വളരുന്ന ആ ഇടത്താണ്, വീട്ടിലാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഒരു വലിയ തീരുമാനം എടുക്കണം. വലിയ തീരുമാനം. ഞാൻ വളർത്തുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെയല്ല, എനിക്ക് ശേഷം വരാൻ പോകുന്ന തലമുറയെയാണ്. എൻ്റെ കുട്ടിയോട് നമുക്ക് ദേഷ്യപ്പെടാനുള്ള അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ തലമുറ വളർത്തുന്നതിൽ ദേഷ്യപ്പെടാനുള്ള അധികാരമില്ല. അപ്പൊ ആ കുട്ടിൻ്റെ ഒരു തെറ്റുണ്ടെങ്കിൽ ദേഷ്യത്തോടെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുത്തുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയെ ഒന്ന് അടുത്തിരുത്തി, മോളെ മോനെ നീ ചെയ്തത് ശരിയായോ, കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ, ഇത് ചോദിക്കണമെങ്കിൽ നമ്മളും ആ കുട്ടിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് നമ്മുടെ രേഖയിലുള്ള പിതാവ്, അച്ഛൻ, മകൾ ഇതൊന്നല്ല. മാതാവ് അല്ലെങ്കിൽ അമ്മൂമ്മ, അതൊന്നല്ല റിലേഷൻഷിപ്പ്. ഞാനൊന്ന് മനസ്സിൽ കരുതുമ്പോഴേക്ക് ആ കുട്ടിൻ്റെ അടുത്തേക്ക് എത്തണം. എങ്ങനെ? മനസ്സിൽ കരുതിയാൽ മതി, മോളെ നീ വാ, എന്നെ നാവുകൊണ്ട് ഞാൻ പറയേണ്ടതില്ല. നമ്മൾ NLPയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മാസ്റ്ററിൽ എത്തുമ്പോൾ നമ്മൾ റാപ്പ് ഡീപ്പായിട്ട് പഠിക്കും. ബേസിക്കലി നമ്മൾ കുറച്ചൊക്കെ പഠിക്കുന്നുണ്ടാവും. കൂടെ വന്ന ഒരാളായിട്ട് അറ്റ്ലീസ്റ്റ് 2-3 സെക്കൻഡ് കൊണ്ടൊക്കെ ആത്മബന്ധം സ്ഥാപിക്കാനും റാപ്പ് ബിൽഡ് ചെയ്യാൻ നമ്മൾ പഠിക്കും. മാസ്റ്ററിൽ കുറച്ചും കൂടെ പഠിക്കും. ഈ മാസ്റ്ററിൽ പഠിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും അടുത്ത മാസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും, പരിചയപ്പെടുന്നുണ്ടാവുക. റാപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവും എൻ്റെ ഈ ഒരു മനസ്സും നിങ്ങളെ മനസ്സും തമ്മിൽ ഒന്നാകുന്നൊരു സീൻ. ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളുടെയും കാലുകൾ ലോക്കായിരിക്കും. ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കാൻ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ കാല് ലോക്കായിരിക്കും. അങ്ങനെയാണ്, 2 കാലിങ്ങനെ വിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല എന്നുള്ളത്. നീ വിട്ടിരിക്കുകയാണെങ്കിൽ കൈ ലോക്കായിരിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോളി. നിങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ, അപ്പോൾ ആകെ ഞാൻ കാണുന്നത് മമ്മൂട്ടിക്കാരനെ മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ള ആളുകൾ ഞാൻ കാണുന്നില്ല. നമുക്ക് മൈക്ക് ഓൺ ചെയ്യാം, എൻ്റെ കാലം അങ്ങനെയല്ല സർ എന്ന് വേണം നിങ്ങൾക്ക് പറയാം. ഞാൻ വാ അടച്ചു വെച്ചു. ഞാൻ ഇവിടെ ലോക്കഡാണ്. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞങ്ങളെയും കാണുന്നുണ്ട്. ഓക്കെ, മെഹബൂബ് പറയും, സെലീന പറയും, ഐഷ പറയും. നിങ്ങളെ കാണലൊക്കെ എങ്ങനെ പേര് വിളിച്ച് പറയാം. നിങ്ങൾ എന്താ പണിയിലാണ് അവിടെ? അടുക്കളയിൽ പണിയിലാ? ഒരു സാംസങ് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ആളെ പേരൊന്ന് പരിചയപ്പെടുത്തി എനിക്ക്. ഞാന് കയ്യില് ഫോണുണ്ട്, അതുകൊണ്ട് കൈ ലോക്കല്ല. കാല് പിന്നെ ലോക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണ് ഇരിക്കുന്നത്. അത് കൂട്ടൂല. അത് എൻഗേജ് ആണല്ലോ നിങ്ങള്, ഇന്നെ ശ്രദ്ധിക്കുന്നിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അബോധ മനസ്സ് അവിടെ അല്ല, ഞങ്ങളുടെ ക്ലാസ്സിലല്ല. അബോധ മനസ്സ് ക്ലാസ്സിലല്ല. പിന്നെ കാല് അങ്ങനെ വെക്കാൻ പറ്റാത്ത ഇരിക്കുന്നത് ഇരുത്തം ആ ഒരു രീതിയിലാണെന്നാണ്. കാല് ലോക്ക് ചെയ്യാൻ പറ്റാത്തത്. കുഴപ്പമില്ല. എന്നാലും ആ ഒരു ചിന്ത വരുന്നത്. ഇതിലാരാണ് ഈ സാംസങ് ആരാണ് പേര് പറഞ്ഞത്? അതുപോലെ 6 എന്നുള്ള പേരിലുണ്ട്. ഒന്ന് പരിചയപ്പെട്ടില്ലെങ്കിലും ഇന്ന് നാളെ നമ്മൾ കണ്ടാലും അറിയില്ല. നിങ്ങൾക്ക് ഇന്ന അറിയാം, വെളിച്ചപ്പാടിന്റെ നാട്ടുകാർക്ക് അറിയാം. നിങ്ങളെ ഒരു സൗണ്ടെങ്കിലും കേട്ടാൽ അറ്റ്ലീസ്റ്റ് ഞാൻ തിരിച്ചറിയാനുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അതല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. മൈക്ക് ഓൺ ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാരായിരിക്കില്ല, എന്നാൽ സാരല്ല, പോട്ടെ.
മൈക്ക് പറ്റുന്ന സമയത്ത് ഓണാക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ഇനി ഇന്ന് മുതൽ നമ്മളെ കുടുംബത്തിൽ കുറച്ചും കൂടി പക്വതയുള്ള മനുഷ്യന്മാരായിട്ട് മാറാൻ പോകും. ഇന്ന് ഒരു കൗൺസിലിംഗ് നിർബന്ധമായും ഇടപെടേണ്ടി വന്നെങ്കിൽ ഞാൻ ഇനി വീട്ടിൽ നിന്ന് കണ്ട് ഒരു ലേഖനം തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് ഫോണൊക്കെ വിട്ടുവെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കുടുംബസമേതം ഇങ്ങോട്ടാണ് വന്നതാണ്. ആ കുട്ടി ഒരു 16 17 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയതാണ്. ആ മാതാവിന് 2 കുട്ടികളുള്ള ആളാണ്. ഒരു കുട്ടി SLCക്ക് പഠിക്കുകയാണ്. ഇവയാൾ ഉറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡിപ്രഷന്റെ ഓവർ സ്റ്റേജിൽ എത്തിയതാണ്. 16 പ്രാവശ്യം സീരിയസ് ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഗൗരവത്തിൽ ശരിക്കും ഒരുങ്ങിയത് മുറിക്കാൻ ഒരുങ്ങി, മുറിച്ചിന്റെ അടയാളവുമായിട്ട് വന്നിട്ടുണ്ട്. അത് സീരിയസ് ആയിട്ട് വീടും നാടും ഒക്കെ അറിഞ്ഞ ഒരു സംഭവമുണ്ട്. പറഞ്ഞു വന്നത്, ഇങ്ങനെ മരിക്കാനുള്ള ഒരു ആഗ്രഹം ഇയാൾക്ക് വരാനുണ്ടായ ബേസിക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിതാവ് അല്ലെങ്കിൽ ഈ മാതാവ് തൊട്ടുന്നുണ്ടാവും. പിതാവ് ഈ കുട്ടിയെ തൊട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തലോടൽ കൊടുത്തിട്ട് കുട്ടിക്ക് ഓർമ്മയില്ല. അതായത് 2 3 വയസ്സിൽ കുട്ടിയെ മടിയിൽ വെച്ചത് വരെ ഓർമ്മയുണ്ട്. പക്ഷെ അതിനുശേഷം ഈ പിതാവിന്റെ ഈ കുട്ടിയെ തൊട്ടിട്ടില്ല. ഇപ്പൊ അയാൾക്ക് 32 33 വയസ്സായിട്ടുണ്ട്. 33 വയസ്സായ ഈ സമയത്ത് പോലും അയാൾക്ക് ഓർമ്മയില്ല എൻ്റെ പിതാവിനെ തൊട്ടു എന്ന്. ഇവിടെ വന്നിട്ട് എൻ്റെ റൂമിൽ ഒന്ന് തൊട്ടപ്പോഴാണ് ആ പെണ്ണ് അറിയാതെ കരഞ്ഞുകൊണ്ടിരുന്നത്. ആ പെണ്ണ് കരയാനുള്ള കാരണത്തിന്റെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യത്തിന്റെ ബേസിക് എടുക്കുന്നത് പിതാവ് കുട്ടിയെ തൊട്ടില്ല എന്നുള്ളതാണ്. പിതാവ് തൊടുന്നില്ല എന്നതിന്റെ അർത്ഥം പിന്നെ കല്യാണം കഴിച്ചു, ഭർത്താവ് തൊടുന്നുണ്ട്, ഭർത്താവിന്റെ തലോടൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്കൊരു അസുഖം വരുന്നത് നമുക്ക്, നമ്മൾ ബോൾഡ് ആയിരിക്കാം, പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മുടെ മൈൻഡിന്റെ കൺട്രോൾ നമ്മളെ നഷ്ടപ്പെടുക. എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ നമ്മളെ കൺട്രോൾ നഷ്ടപ്പെടുന്നതായിരിക്കാം. ഒരു പക്ഷേ ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോഴാണ് കൗൺസിലിങ്ങിന് നമ്മളെ മുന്നിൽ എത്തിയെന്ന് മാത്രം. അപ്പോഴാണ് അത് സിവിയർ കേസാണ്, സൈക്കാട്രി പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കുടുംബത്തെ പറഞ്ഞപ്പോഴാണ് അവർക്കത് ബോധ്യമാകുന്നത്. അയാൾ ഉറങ്ങിയിട്ടില്ല എന്നല്ല, കണ്ണിന്റെ പരിസരം മുഴുവനും കരിവാളിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കടന്നാൽ ഉടനെ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ഉറങ്ങുന്നില്ല. പിന്നെന്താ ചെയ്യുക? ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ എന്നാ മക്കളെ ഇയാൾ അറിയിച്ചിട്ട് പോലുമില്ല, ഇങ്ങനെ ഞാനൊരു മേജർ പ്രശ്നത്തിലൂടെ പോവാന്ന് അറിയിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഒരു സിവിയർ പ്രോബ്ലത്തിലേക്ക് ഇയാൾ എത്താണ്ടായ ബേസിക് കാരണം കിടക്കുന്നത് പിതാവിന്റെ സ്പർശനം കിട്ടിയിട്ടില്ല, ഒരു തലോടൽ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഭർത്താവ് ഏതായാലും 10 16 വർഷമായിട്ട് അങ്ങനെ തലോടുകയോ ഒരു പിന്നെന്താ പറയാ ഒരു കെയറിങ്ങോ ഇല്ല എന്നുള്ളത്. അപ്പോൾ കെയറിങ് എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ മക്കളെ എനിക്ക് ജീവനാണ്, അല്ലെ? അങ്ങനെയല്ല എല്ലാ മാതാപിതാക്കളും പറയാം, എനിക്ക് എൻ്റെ കുട്ടികൾ ജീവനാണ്, ജീവന്റെ ജീവനാണ് എന്നൊക്കെ നമ്മൾ പറയും. കുട്ടിക്ക് എന്തും വാങ്ങിക്കൊടുക്കാനും, കുട്ടിക്ക് ഒരു അസുഖമാണെങ്കിൽ ഹോസ്പിറ്റലിന് മുന്നിൽ രാവും പകലും ഉറക്കമൊഴിച്ച് കാവലിരിക്കാനും നമ്മൾ റെഡിയാണ്. നമുക്ക് കഴിയും. പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് തൊടാന്, ഒന്ന് തലോടാൻ പിതാവായ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആര്? ഫറോവേ? കഠിന ഹൃദയനായ ഒരു എന്താ പറയാ അക്രമകാരിയായ ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ മക്കളെ ഞാൻ തൊടണ്ടേ? എൻ്റെ മക്കളെ ഞാൻ തലോടണ്ടേ? അപ്പൊ തൊടലും തലോടലും നമ്മളെ കുടുംബത്തിൽ നടക്കണം. അത് മക്കൾ മാതാപിതാക്കളോട് നിർബന്ധമായിട്ടും വേണം. മക്കളെ മാതാപിതാക്കളെ കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഹഗ്ഗൊക്കെ ചെയ്ത് കുറച്ചു നേരം നിന്ന് ഹൃദയവും തമ്മിൽ ചേർത്ത് നിർത്തി സ്വകാര്യത്തിൽ സംസാരിക്കുന്ന ഒരു സീൻ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഇത്ര രസകരമായിരിക്കും ആ കുടുംബ ജീവിതം. ഇതെവിടെ? കാണാൻ നേരമില്ല, ഫോണിൽ നിന്ന് തല ഉയർത്താൻ സമയമില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഹൃദയങ്ങൾ അകന്നകന്ന് പോവാണ്. അതിൽ നിന്നും മാറിയിട്ട് റിലേഷൻഷിപ്പിൽ വളരെ വലിയ പ്രാധാന്യം കൊടുക്കാൻ NLPന്റെ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ, ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ശ്വാസം ഒന്നാവുക. അതെങ്ങനെ ശ്വാസം ഒന്നാവുക? ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടിയാൽ മതി. കുറച്ചു നേരം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കാൻ ഒരു സമയം ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മൾ വീട്ടിൽ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ വെക്കാൻ ഒരു റാക്ക് പുറത്ത് വെക്കാറില്ലേ? എന്നതുപോലെ വീടിന്റെ അകത്തളത്തിൽ എല്ലാ ഫോണുകളും വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകുന്ന അർത്ഥം.
അത് നമ്മൾ ഫോണാണ് മാറ്റി വെച്ചാൽ ആ കുട്ടികൾ, അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളോടൊപ്പം, ഭാര്യ മക്കളോടൊപ്പം, അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം, കുടുംബത്തിലെ മറ്റംഗങ്ങളോടൊപ്പമുള്ള സമയം ചെലവഴിക്കലാണ്. ആ സമയത്ത് നമുക്ക് ഫോൺ വേണ്ട. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുത്താലോ? ക്വാളിറ്റി ടൈം എന്നതിന് പറയാം. നമ്മളും നമ്മളെ മക്കളും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആര് ഫോൺ വിളിച്ചാലും ശരി, നമ്മൾ ആ ഫോൺ തൊടുന്നില്ല. ഫോണിൽ വിളിച്ച് ആര് വിളിച്ചാലും നമുക്ക് അവരുടെ നമ്പർ അറിയാലോ, നമുക്ക് തിരിച്ചു വിളിക്കാലോ. അങ്ങനെ തീരുമാനം എടുത്താലോ? റെഡി ആണെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ യെസ് ഒന്ന് തീരുമാനം എടുത്താണ്. YES അടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു യെസ് ഇട്ടിട്ട് നിങ്ങളെ പേരൊന്ന് അടിച്ചു വിട്ടാണ്. പേരൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ യെസ് അടിച്ചാൽ മതി, പേര് എനിക്കവിടെ കണ്ടോളൂ. അത് കുറച്ച തീരുമാനമായിരിക്കണ്ടോ, മാറ്റാത്ത തീരുമാനമാണ്. ക്വാളിറ്റി ടൈം എൻ്റെ വീട്ടിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. 1 കിട്ടി, 2 വരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് പരസ്പരം കാണും ചെയ്ത കേട്ടോ, ആ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരെ പേരൊന്ന് കാണും ചെയ്ത. കാരണം നമ്മളിതിങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഇനി മാറാൻ പോവുകയാണ്. അയാളുടെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ നമ്മളെ സങ്കടമായിരിക്കും, നമ്മുടെ സങ്കടം ഉണ്ടെങ്കിൽ അയാളെ സങ്കടമായിരിക്കും. സങ്കടങ്ങളൊക്കെ തീർക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറും ചെയ്യും. അൽഹംദുലില്ലാ, ഇത് തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. വീട്ടിൽ ആകെ സ്വസ്ഥത കിട്ടുന്ന ഫോണാണെന്നുള്ള ചിന്ത തന്നെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. അല്ലേ? നമുക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടുന്നത് ഫോണാണ്. അതൊന്നും മാറ്റി വെച്ചിട്ട് കുടുംബത്തോടൊപ്പം ക്വാളിറ്റി ടൈം, വളരെ വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു ക്വാളിറ്റി ടൈം ഞാൻ ഇനി എടുക്കാൻ വേണ്ടി പോവാണ്. കുടുംബത്തേക്ക് കയറിയാൽ ഞാൻ ഇനി ഫോണുമ്മ തൊട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളോ വല്ലതും എൻ്റെ അടുത്ത് മാറി നിൽക്കണം. എൻ്റെ കുട്ടികളിൻ്റെ അടുത്തുണ്ടോ ഞാൻ ഫോണാണ് മാറ്റി. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുട്ടികൾക്കും നമ്മളെ വേണ്ടേ. കുട്ടികൾക്ക് എന്ത് മതി? ഫോൺ മതി. ഇപ്പം നമ്മൾ ആലോചിക്കുക, നമ്മൾ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അമ്മമാര് ഫോൺ കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് ഫോൺ കൊടുക്കുക? ഭക്ഷണം കൊടുക്കാൻ നേരത്താണ്. അപ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന നേരത്ത് കൈ ഇങ്ങനെ മുന്നിൽ കൊടുക്കും. അപ്പൊ ഈ കുട്ടിക്ക് കണ്ണ് കാണുന്നുണ്ടാവില്ല, ഒരു തടസ്സമാണ്. വളയിട്ട കൈ തടസ്സമാണ്. എന്തിന്? ആ സ്ക്രീനിന്റെ മുന്നിലെ തടസ്സമാണ്. അപ്പൊ ആ സ്ക്രീനിന്റെ മുന്നിൽ നിന്ന് ഈ കൈ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി വാ തുറന്ന് കൊടുക്കും. അതിന് ടേസ്റ്റ് ഉണ്ടോ, മണമുണ്ടോ, അതൊന്നും കുഞ്ഞിനെ അറിയില്ല. നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല മധുര പലഹാരങ്ങൾ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡാണെങ്കിൽ പോലും നിങ്ങളെ കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. കാരണം നിങ്ങൾ ഫോണ് മുന്നേ കൊടുത്തിട്ട് കുട്ടിയുടെ ശ്രദ്ധയും അൺകോൺഷ്യസ് മൈൻഡ് മുഴുവനും ഈ ഫോണിലാണ്. അപ്പോൾ അതിൽ നിന്നും മാറി ഫോണൊക്കെ നമ്മൾ തന്നെ മാറ്റി വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഒന്ന് വാരി കൊടുത്ത് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ പറ്റും. കുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കാലോ, ഇനി കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വാങ്ങിപ്പിക്കണം. അപ്പോഴേ ആ കുട്ടീൻ്റെ കൈയൊക്കെ ഇങ്ങനെ വളരെ വൃത്തിയായി സൂക്ഷിക്കണം എന്ന ചിന്ത കുട്ടിയുടെ ഉള്ളിൽ കയറും. അങ്ങനെ നോക്കി നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല രസം ഉണ്ടാകും. കുട്ടികൾക്ക് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുന്നു, കുട്ടികളെ കയ്യിൽ നിന്നൊരു ചെറിയ കഷ്ണം നമ്മൾ ഇങ്ങോട്ട് വാങ്ങണം. കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങണമെങ്കിൽ, തിരിച്ച് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ആ കുട്ടീൻ്റെ കൈ ഒന്ന് കഴുകി കൊടുക്കും, കുട്ടീൻ്റെ നഖം ഒന്ന് മുറിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടിയെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൊടുക്കും നമ്മൾ. അങ്ങനെ ആയാൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവും. ആ ധൈര്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനും എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഭക്ഷണം വാരി കഴിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്നും നമ്മളെ കൈകൊണ്ട് കൊടുക്കുന്നതിന് പകരം ആ കുഞ്ഞിന്റെ കൈ കൊണ്ടും കഴിക്കട്ടെ. ആ ഭക്ഷണം നമുക്കൊന്ന് വാ കാണിച്ചു കൊടുക്കാം. നല്ല രസമായിരുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോളി. കേൾക്കുന്നില്ല, ക്ലാരിറ്റി ഇട്ടില്ല. എന്താ പറയുക? കേൾക്കാൻ രസമാണ് അല്ലേ, പറയാനൊക്കെ രസമാണ്. പക്ഷെ നമുക്കത് കഴിയണില്ല എന്ന് തോന്നുന്നില്ല. തോന്നുന്നു വേണ്ട, അത് കഴിയും. നല്ല രസകരമായ അതേപോലെ ഫാമിലി ലൈഫ്, ഈ കുട്ടികൾ എന്നെന്നും ഓർക്കുന്ന സംഭവങ്ങളായിട്ട് ഇത് മാറും. മാബോ എന്താ പറഞ്ഞേ? ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ? വെരി ഗുഡ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് കേട്ടതിൽ അതിയായ സന്തോഷം. അപ്പൊ നമുക്ക് മാതൃകയാണ് ഇദ്ദേഹം. താങ്ക് യു മാബു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അവരോടൊപ്പം കഥ പറഞ്ഞിരിക്കുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന സമയത്ത് നമ്മളും അവരും കൂടെ എല്ലാവരൊക്കെ ഉണ്ട്, ആരോടൊക്കെയാണോ ബന്ധം റെഡിയാക്കേണ്ടത് അവരുമായി റാപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. ഒരുമിച്ചൊന്ന് പാട്ട് പാടിയാൽ മതി. അപ്പൊ ശ്വാസം ഒരുമിച്ചാകും.
ശ്വാസം വന്നായാൽ യെസ്, അബോധ മനസ്സ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അപ്പോ നമ്മൾ വന്നതും പോകുന്നതും ഒക്കെ ഈ കുട്ടിക്ക് അറിയാം. വന്നാൽ അറിയാം, പോയാൽ അറിയാം. ഇവിടെ വന്നാൽ എനിക്ക് 5 പേരമക്കളുണ്ട്, അവരിങ്ങനെ ചുറ്റിക്കറങ്ങും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ് നടക്കുമ്പോൾ ചെറിയ കുഞ്ഞിവിടെ ഉണ്ട്, അവൻ എന്നോട് പറയാതെ പോകാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിട്ട് അവൻ തിരിച്ചിങ്ങോട്ട് വരിക. നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, NLPയെ എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡീപ്പായിട്ട് നമുക്ക് മാസ്റ്ററിൽ പഠിക്കാം. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി സൗണ്ടിനെ ഒരുമിച്ചാക്കാൻ പറ്റുമോ നോക്കും, വളരെ വലിയ റിസൾട്ട് കിട്ടും. പിന്നെ ഈ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടോ, അടുത്തത് കുടുംബത്തിലെ ഒരാളോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അയാളെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കും. അയാൾക്ക് ചെങ്കണ്ണോ കോങ്ങണ്ണോ ഒക്കെ ആയിക്കോട്ടെ, ഒരു കണ്ണ് നമ്മളിലേക്ക് നോക്കുന്നുണ്ടോ, ആ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങണം. കണ്ണും നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഭർത്താവിന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നിട്ട്, ഇപ്പൊ നിങ്ങളൊക്കെ പേര് വിളിച്ച് ചോദിക്കുന്നത് മോശമാണെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുന്നില്ല. ഭർത്താവിന്റെ കണ്ണ് കണ്ടിട്ട് എത്ര കാലമായി, നിങ്ങളെ കൊച്ചു മക്കളുടെ കണ്ണ് കണ്ടിട്ട് എത്ര കാലമായി എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഏതൊരാളോട് സംസാരിക്കുകയാണെങ്കിലും അയാളെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിച്ചു തുടങ്ങും, കുടുംബത്തിൽ നിർബന്ധമായി. അപ്പൊ 2 കാര്യം ഞാൻ നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശ്വാസം ഒന്നാക്കാൻ പറ്റും നോക്കുക. 2, കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക. ഇന്ന് നമ്മളിപ്പോൾ ഈ 9 മണിക്ക് ക്ലാസ് 9 മണിക്ക് തുടങ്ങി, 9:40 നമ്മൾ ക്ലാസ് കഴിയും. ഇന്നൊരു 5 മിനിറ്റ് എങ്കിലും ഉറങ്ങാത്ത ആരെങ്കിലും ഉണ്ട്, വിളിച്ചു നടത്തിയിട്ടല്ല കേട്ടോ, ശല്യപ്പെടുത്തൊന്നും വേണ്ടേ, ഉറങ്ങാത്ത കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചിട്ടിരിക്കുക. പ്രത്യേകിച്ച് കണ്ണിൽ നോക്കിയിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കുക. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ അടുത്തിരുന്നിട്ട് കണ്ണിൽ നോക്കിയിട്ട് ഇത്തിരി നേരം സംസാരിക്കുക. ഇനി സംസാരിക്കാൻ വേണ്ട, നിങ്ങൾ കണ്ണിൽ നോക്കി നിന്നാൽ മതി. കുറച്ച് പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നാളെ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിൽ എല്ലാവർക്കും കൂടി ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, ഞാൻ ആക്ച്വലി കുഴപ്പമില്ല. അപ്പോൾ ഇന്നലത്തെ ഇത് വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പുതിയ ആളുകൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണത്, ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുകയും വേണം. പറഞ്ഞു വന്നത്, ഇത്തിരി നേരം കുടുംബത്തോടൊപ്പം ഇരിക്കാനുള്ള മനസ്സുകൾ കാണിക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളവിടെ ഉണ്ട് എന്നുള്ള എനിക്കും ബോധ്യമാകുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ണ് നോക്കിയിരുന്ന് സംസാരിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതിന് മറുപടി പറഞ്ഞതാണ്, മൈക്കൊന്ന് ഓണാക്കിയിട്ട് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട് എന്ന്. ഉണ്ട് സാറേ, സമയം കണ്ടെത്താറുണ്ട്. ഉണ്ട്, സീരിയസ് ആയിട്ട് തന്നെ കണ്ടെത്താറുണ്ട്. ഉണ്ട്. ഇപ്പൊ തന്നെ അങ്ങനെ എല്ലാരും വന്ന് 4 നിന്ന് പിന്നെ ഇതെപ്പോഴാ തീരാന്ന് ചോദിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പൊ അവർക്ക് നമ്മളെ മിസ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ണ് നോക്കി സംസാരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നമ്മളിപ്പോ ഫോണിൽ ക്ലാസ്സിൽ കേട്ട് പഠിക്കുന്നത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാവാം. അതെ, അവരിപ്പോ എന്താ വെച്ചാൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമാണ് നമ്മളെ കിട്ടുന്നത്. അപ്പൊ കിട്ടുമ്പോ പ്രത്യേകിച്ച് ഈ സമയത്താണല്ലോ കിട്ടുക. അപ്പൊ പിന്നെ എപ്പോഴാണ് ഇപ്പൊ തീരാ എന്ന് വിചാരിച്ചിങ്ങനെ 4 പുറം നിൽക്കുകയാണെ. അവരെയും ക്ലാസ്സിൽ കൂട്ടിക്കോളും. അപ്പൊ ശരിക്കും അവർക്ക് ഞാനൊരു അസ്വസ്ഥക്കാരനായിരിക്കും. അവസ്ഥയല്ലേ? അതാണ് അതിന്റെ സ്വാഭാവികമായ കഥയാണ്. മറ്റേതെന്ന് പറയുന്നത് നമ്മളൊരു രൂപം വന്നു അവിടെ വന്നിട്ടുണ്ട്, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല, കുട്ടികൾക്ക് ഇത് അറിയില്ല. നേരെ മനസ്സിലായില്ല, കുട്ടികൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അതല്ലേ നമുക്കുള്ള ധൈര്യം, അവർക്കും അതാണ് ധൈര്യം. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിച്ചു തുടങ്ങണം. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് ഏതോ കാലത്തൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതേ ഒരുപാട് ആളുകൾ കയ്യിലുള്ള സാധനത്തിന് ഇതുപോലെ ടെക്നിക്കുകളെ ഒരു കമ്പൈൻ ചെയ്ത സാധനം മാത്രമാണ് NLP. അപ്പൊ ഇതിന് ചെയ്യാത്ത ആളുകൾ ഒന്നെന്ത് ചെയ്തോളൂ, അപ്ലൈ ചെയ്തോളൂ. മുഹമ്മദ് കുട്ടിക്ക് നിങ്ങളോടാണ് ചോദ്യം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 4 മക്കള്. അവരെത്ര പേര് നിങ്ങൾ അടുത്തുണ്ടാവും? 3 പേര് ഇപ്പോൾ വീട്ടിലുണ്ട്. നിങ്ങൾ അടുത്തേക്ക് എത്ര വട്ടം വരലുണ്ട് അവര്? അവരിങ്ങനെ വാതിൽ വരെ വരുള്ളൂ ഇപ്പൊ വരുള്ളൂ. സമയം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കണ്ണ് നോക്കി സംസാരിച്ച് തുടങ്ങിയിട്ട് നമ്മൾ മെഹബൂബ് പറഞ്ഞതുപോലെ കുട്ടികൾ നമ്മളെ ചുറ്റും നിൽക്കുന്ന സ്റ്റേജ് ഉണ്ടാവണം. എത്ര പ്രായമേറിയാലും ശരി. കടടച്ച് വന്നാല് ഒരു 1/2 മണിക്കൂർ റൂമിൽ തന്നെ ആയിരിക്കും ഒക്കെ. നിങ്ങൾ കൂടെ ഉണ്ടാവും?
ആ കൂടെ റൂമിലുണ്ടാവുമല്ലോ അവിടെ എത്തും. എല്ലാരും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ സൊറ പറയോ അതോ ഫോണിൽ നോക്കുവോ? ആ സൊറ പറഞ്ഞ് ലാസ്റ്റ് ആട്ടണം. വെരി ഗുഡ്. അങ്ങനെ ആറ്റൊന്നും വേണ്ട, വിളിക്കാൻ അവര് വേണ്ടി. വ്യക്തമായിട്ട്. അതായത് പിന്നെ ഇതില് അതിൽ പറഞ്ഞത് തന്നെ ഒരു കാര്യം അതറിയോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് ഒരാള് കൈ കൊണ്ട് വന്നു, അസ്സലാമു അലൈക്കും തന്നെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൈ ആരാണ് ആദ്യം വേർപ്പെടുത്തുക? അറിയോ? തിരക്കില്ലാവരായിരിക്കും. വന്ന ആള് വേർപ്പെടുത്തുന്നത് വരെ റസൂലുള്ള കൈ പിടിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മകൾ അവരുടെ മേലുണ്ടായിരിക്കും. അപ്പൊ പ്രവാചകന്റെ സിസ്റ്റം അതാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ള പ്രവാചകന്മാരെ കുറിച്ച് ആലോചിച്ചാൽ മതി. അവരിലും അതേപോലെ തന്നെ. അതിപ്പോ ബുദ്ധന്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നാൽ അയാൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ബുദ്ധൻ എണീറ്റ് പോയിട്ടില്ല, അവിടെ ഇരിക്കുക ചെയ്യുക. അപ്പൊ അവർക്ക് എണീറ്റ് ഇന്നത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വേദിയിൽ നിന്ന് പോയെങ്കിലാണ് ബുദ്ധനും എഴുന്നേറ്റ് പോകുള്ളൂ. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും ആത്മീയമായിട്ട് നമ്മളൊരു തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ ആ കുട്ടികൾ ഇനി ആട്ടുന്നില്ല, അവരോട് കൂടെ കുറച്ചു നേരം ഇരിക്കുക. അവർ പോകുന്നില്ലെങ്കിൽ നമ്മൾ അവരെ മടിയിൽ ഇങ്ങോട്ട് വെച്ച ആ മടി ഇങ്ങോട്ട് വെച്ച ഞാൻ അയാളെ തലയിൽ കയറി കിടക്കും. ഒരു പോകുന്നില്ല, ഞാൻ അവരെ തലയിൽ കയറിയിട്ട് ഞാൻ മടി കയറുന്നത് ഞാനവിടെ ഉറങ്ങി പോകും. എന്താ ഉറങ്ങിയ കുഴപ്പം? എന്താ കുഴപ്പം പറയും? നമ്മളെ മക്കളെ തലയിൽ നമ്മൾ മടിയിൽ വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ തലയിൽ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് ഉറങ്ങിക്കൂടെ? ഇനി ഉറങ്ങിയില്ലെങ്കിലും അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ സമയങ്ങൾ, ആനന്ദകരമായ സമയങ്ങൾ, അങ്ങനല്ലേ? അതെ. അപ്പോ നമ്മൾ മക്കളോടൊപ്പം അവരെ തലയിൽ നോക്കി അവരുടെ തലയിൽ കളിച്ച് മസാജ് ഇട്ട് കൊടുത്ത് അവർ നമ്മുടെ തലയിൽ മസാജ് ഇട്ട് കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ആ ബന്ധം വല്ലാത്തൊരു ബന്ധമായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് റിലേഷൻഷിപ്പിനെ ഡീപ്പാക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങണം. ഈ അപ്ലൈ ചെയ്യുന്നതിൽ നമുക്ക് തടസ്സം വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കുറെ ടെൻഷനുകളാണ്. ബിസിനസ്സിൽ ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കുറെ ചീത്ത കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ കുറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്തിനാ ഏറ്റി നടക്കേണ്ട ആവശ്യം? ഇപ്പോ സാധാരണഗതിയിൽ 8 മണിയാകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസിന്റെ ലിങ്ക് തരാറുണ്ട്. ഇന്ന് ഞാൻ 8:50 ലിങ്ക് തരുന്നത്, അല്ലെങ്കിൽ 50 ശേഷമാണ്. കാരണം 8:50 വരെ ഞാൻ വീട്ടിലില്ല, ഞാൻ ട്രാഫിക് ജാമിലാണ്, അല്ലെങ്കിൽ വേറെ ദൂരം പോയിക്കാണ് നിൽക്കുകയാണ്. ഇവിടെ എത്തും, ക്ലാസ് തുടങ്ങും, അത് ധൈര്യം ഉണ്ട്. അപ്പൊ 9 മണിക്കാണ് ക്ലാസ് സെറ്റ് ചെയ്യുന്നത്, അപ്പൊ അതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഷാർപ്പ് ടൈമിങ് നമ്മളെ മൈൻഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. നമ്മൾ 1 by 1 ആയിട്ട് നമ്മളെ ലൈഫിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കഴിഞ്ഞ സംഭവത്തിന് ചുമലിലേക്ക് നടക്കുന്നില്ല. വീട്ടിലോ നാട്ടിലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, എൻ്റെ മക്കളുമായോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായോ ഞാൻ ഇടപെടുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഈ സമയം, ഈ നിമിഷം, അതാണ് സത്യം. നാളെ വരാനുണ്ടോ? അതൊക്കെ വ്യാമോഹങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ജീവിക്കുക. ലീവ് അറ്റ് ദിസ് പ്രസന്റ് ടൈം. നമ്മൾ സ്കൂളിൽ പഠിച്ച പ്രസന്റും പാസ്റ്റും ഒക്കെ അത് ഇന്ന് നമുക്ക് ഉപയോഗപ്പെടുത്തണം. പാസ്റ്റ് ഒക്കെ പാസ്റ്റാണ്, പ്രസന്റ് ഒക്കെ പ്രസന്റ് ആണ്. ഈ സമയത്ത് എനിക്ക് ജീവിക്കണം. ഈ സമയത്താണ് സത്യമുള്ളത്, ആ സമയത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എനിക്ക്, രണ്ടാമത് എൻ്റെ കുടുംബത്തിന്, അത് കഴിഞ്ഞിട്ട് മതി സൊസൈറ്റിക്ക്, പാർട്ടിക്കൊക്കെ. ബാക്കിയുള്ള നിങ്ങളുടെ അംബിഷൻസിനൊക്കെ പിന്നെ കൊടുത്താൽ മതി. അതൊക്കെ നമുക്ക് വഴിയെ കൊണ്ടുവരാം. അപ്പം നമ്മൾ ഇന്നലെ ഞാൻ ഫോക്കസ് ചെയ്തത് നമ്മളെ പേഴ്സണൽ ലൈഫിനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കുറച്ചും കൂടി നിങ്ങളെ കുടുംബത്തിൽ കയറി കളിക്കുകയാണ്. കുടുംബത്തിൽ കയറി കളിക്കാൻ നിങ്ങൾക്ക് ഇന്ന് അനുവാദം തന്നാൽ മതി. അപ്പോൾ അവിടെ കുടുംബവും നിങ്ങളും തമ്മിൽ വളരെ വലിയൊരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫിൽ എല്ലാ നിധികളും ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, കഴിഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന തീരുമാനം. അങ്ങനെ നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട്, എല്ലാവരുമായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള സമയവും ഉണ്ടാവും. ഞാൻ കന്നഡ വെച്ച് എന്തിനാന്ന് ചോദിച്ചാൽ സമയം ഇനി എത്ര ബാക്കിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കൺക്ലൂഷൻ തരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ഈ തീരുമാനം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട്. ഏറ്റവും പ്രധാനമാണ്
നമ്മൾ അവരെ കണ്ട് ജീവിക്കുന്നു, അവരെ നോക്കി ജീവിക്കുന്നു, അവരുടെ ശ്വാസഗതിക്കൊപ്പം നമ്മുടെ ശ്വാസം എടുത്ത് ജീവിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളൊന്നും ആ വീടിന്റെ വാതിൽ കയറി വന്നാൽ പിന്നെ നമ്മളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പിക്കുക. സദാസമയം ടെൻഷൻ അടിച്ച് ജീവിച്ചാൽ ടെൻഷനേ ബാക്കി ഉണ്ടാവുള്ളൂ. ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ പ്രസന്റിൽ ജീവിച്ചു തുടങ്ങണം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചോദിക്കാനുള്ള സമയം ഉണ്ടാവും. കാരണം 1 മിനിറ്റിന്റെ അടുത്ത് സമയം ബാക്കിയുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ കുറെ കണ്ടന്റുകൾ തരുന്നതിനേക്കാൾ കൂടുതൽ തന്ന കണ്ടന്റിനെ ഡീപ്പായി തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് വന്ന ആൾക്കും വിഷയം മനസ്സിലാവണം. അതിനാണ് ഇപ്പൊ ലാസ്റ്റും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ആളുകളെ. പറയൂ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല, എന്നാ അവിടെ സന്തോഷത്തോടെ നിർത്തിക്കോട്ടെ. നേരത്തെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുഖ നിദ്ര നേരെയാണ്. വേഗം പോയിട്ട് ഉറങ്ങാൻ പോകണ്ട. കുടുംബത്തോടൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കുക. കണ്ണ് നോക്കിയിട്ട് ഒരു 2 ആൾക്കാരോടെങ്കിലും വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നാൽ മതി. അങ്ങനെ കണ്ണ് നോക്കി സംസാരിച്ചാൽ ഒരുപക്ഷെ സമയം ഒരുപാട് പോകുന്നുണ്ടാവും. അത് നിങ്ങൾ അവെയർ ആവുക. അതിന് ഉത്തരവാദി ഞാനല്ല. ഒന്ന് കണ്ണ് നോക്കിയിട്ട് ഇത്തിരി നേരം സംസാരിക്കുക എന്നുള്ള റിഹേഴ്സൽ തന്നിട്ടാണ് ഇന്ന് ഈ സെഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കണം. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.